പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 16 ശനി. പ്രധാന വാർത്തകൾ. ഒമാന്റെ 54ാമത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി 3 വെടിക്കെട്ട് നടത്തുമെന്ന് നാഷണൽ സെലിബ്രേഷൻ ജനറൽ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ അൽഖൂത്തിലും ധോഫാർ ഗവർണറേറ്റിലെ സലാല ഇത്തീനിലും നവംബർ 18 മുസന്തം ഗവർണറേറ്റിലെ ഗസബിൽ 21 രാത്രി 8 മണിക്കും കരിമരുന്ന് പ്രയോഗം നടക്കും. സുരക്ഷിതമായ രീതിയിൽ വെടിക്കെട്ടുകൾ പൂർത്തിയാക്കുന്നതിന് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒമാനിൽ നിന്നും ഈ വർഷം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. പൗരന്മാർക്കും താമസക്കാർക്കും ഔഖാഫ് മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടത്താം. ഈ മാസം 4 ആരംഭിച്ച രജിസ്ട്രേഷൻ മികച്ച പ്രതികരണമാണ് ഇതിനോടകം ലഭിച്ചത്. 34,962 പേർ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചതായി മന്ത്രാലയം പോർട്ടൽ ലഭ്യമാക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. അവസാന ദിനങ്ങളിൽ കൂടുതൽ അപേക്ഷകരെത്തിയേക്കും. അപേക്ഷകളിൽ നിന്ന് മാനദണ്ഡങ്ങൾ പരിഗണിച്ചാകും ഹജ്ജിന് അവസരം ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുക. മുതിർന്നവർ, അർബുദ രോഗികൾ, ഭിന്നശേഷിക്കാർ, ആദ്യമായി ഹജ്ജിന് പോകുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഔഖാഫ് മതകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നേരിട്ട് ബന്ധപ്പെടും. രാജ്യത്തെ സ്വകാര്യ ഹജ്ജ് കമ്പനികളുമായി ഹജ്ജ് സേവനങ്ങൾക്കുള്ള ഈ കരാറുകളിലെത്തുന്നതിന് ദിവസം അനുവദിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. കാഴ്ച വൈകല്യമോ ശാരീരിക വൈകല്യമോ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടെ ആളുകളെ അനുവദിക്കും. ഇലക്ട്രോണിക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാകും അവരെ തിരഞ്ഞെടുക്കുക. അന്വേഷണങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും ഔദ്യോഗിക ഓഫീസ് സമയത്ത് മതകാര്യ മന്ത്രാലയത്തിന്റെ ഹോട്ട്ലൈൻ നമ്പറായ 80008008 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. വെബ്സൈറ്റ് വഴിയും അന്വേഷണങ്ങളും മറ്റും ഫയൽ ചെയ്യാവുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചു. വിസിറ്റ് വിസയിൽ ഒമാനിലെത്തി ദുരിതത്തിലായ തൃശൂർ സ്വദേശികളായ 2 യുവാക്കൾ ആക്സിഡന്റ്സ് ആൻഡ് ഡിമൈൻസിന്റെ ഇടപെടലിലൂടെ ഒടുവിൽ നാടണഞ്ഞു. ഒമാനിൽ ജോലി ചെയ്യുന്ന മലയാളിയായ സ്ത്രീക്ക് 1 ലക്ഷം രൂപ വീതം നൽകിയായിരുന്നു ഇരുവരും ഒമാനിലെത്തുന്നത്. സ്ത്രീ നാട്ടിലുണ്ടായിരുന്ന സമയത്തായിരുന്നു വിസയ്ക്കുള്ള തുക കൈമാറിയത്. 40,000 രൂപ പ്രതിമാസ ശമ്പളം, സൗജന്യ താമസം, ഭക്ഷണം എല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു യുവാക്കളെ ഒമാനിലെത്തിക്കുന്നത്. ഈ സ്ത്രീ പറഞ്ഞ പ്രകാരം നഖലിലെ ഒരു കാർ സർവീസ് സ്റ്റേഷനിൽ ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ ഇവർക്ക് ശമ്പളമായി ലഭിച്ചതാകട്ടെ 80 റിയാൽ മാത്രമായിരുന്നു. ഇതാകട്ടെ പല ഗഡുക്കളായിട്ടായിരുന്നു കിട്ടിയിരുന്നത്. ഈ പൈസ ഭക്ഷണം, മറ്റ് സ്വന്തം ആവശ്യത്തിന് പോലും തികയാതെ വന്നപ്പോൾ സ്ഥാപന ഉടമയോട് പരാതിപ്പെട്ടെങ്കിലും അദ്ദേഹം കൈമലർത്തുകയായിരുന്നു. വിവരങ്ങൾ പറയാനായി സ്ത്രീയെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ലെന്ന് യുവാക്കൾ പറഞ്ഞു. പരാതി പറയാൻ മസ്കത്ത് ഇന്ത്യൻ എംബസിയിൽ വന്ന ഇവർക്ക് കാര്യമായ സഹായമൊന്നും ലഭ്യമാകാത്തതിനെ തുടർന്ന് എംബസിയുടെ പുറകുവശത്തുള്ള കടൽ തീരത്ത് പട്ടിണിയോടെയായിരുന്നു കിടന്നുറങ്ങിയത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ ആക്സിഡന്റ്സ് ആൻഡ് ഡിമൈൻസ് ഒമാനെ അറിയിക്കുകയായിരുന്നു. ഈ വിഷയം എംബസിയുടെ ഓപ്പൺ ഹൗസിൽ ഉയർത്തിയെങ്കിലും കാര്യമായ പരിഗണനയൊന്നും ഉണ്ടായില്ലെന്ന് ആക്സിഡന്റ്സ് ആൻഡ് ഡിമൈൻസ് ഒമാന്റെ സ്ഥാപക നേതാവ് ആയ നജീബ് കെ മൊയ്തീൻ പറഞ്ഞു. പിന്നീട് ഒമാൻ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ അവതരിപ്പിച്ചു. തുടർ നടപടികൾക്കു ശേഷം സ്പോൺസറിൽ നിന്ന് ഇരുവരുടെയും പാസ്പോർട്ട് വിട്ടുകിട്ടുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഇരുവരും നാടണഞ്ഞത്. അൽ ഹൗസ് ലീഗൽ കൺസൾട്ടന്റും ഒമാനിലെ സാമൂഹിക പ്രവർത്തകനുമായ അബ്ദുൽ റഹീം, ഒമാനിലെ മറ്റ് സാമൂഹിക പ്രവർത്തകർ ആയ അഷ്റഫ് അടാനപ്പള്ളി, യാസീൻ ഒരുമനയൂർ, അൻവർ സേട്ട് ചേറ്റുവ, ഷാഹുൽ ഹമീദ് കരിമ്പനക്കൽ, ഹസ്സൻ കേച്ചേരി, അബ്ദുൽ സമദ് അഴീക്കോട്, അബ്ഷർ സുബ്രഹ്മണ്യൻ, തൃശൂർ ജില്ലയിലെ സാമൂഹിക പ്രവർത്തകൻ ആയ നസീർ ചന്ദ്ര പിന്നിയും എന്നിവരുടെ സഹകരണത്തോടെയാണ് യുവാക്കളെ നാട്ടിലെത്തിച്ചത്. ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. സ്കൂൾ നോട്ടീസ് ബോർഡിലാണ് പട്ടിക പ്രസിദ്ധപ്പെടുത്തുകയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് ഇലക്ഷൻ കമ്മീഷൻ board@gmail.com വഴി സമർപ്പിക്കാൻ സാധിക്കും. രക്ഷിതാക്കൾക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിനുള്ള www.indianschoolsboardelection.
പാരന്റ് ഐഡിയുടെ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാനാകും. നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള ഫോം വിതരണം നാളെ ആരംഭിക്കും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തിരഞ്ഞെടുപ്പ് നിയമാവലിയിൽ ഉണ്ട്. നവംബർ 21 മുതൽ പത്രിക സ്വീകരിച്ചു തുടങ്ങും. ഡിസംബർ 7 ഉച്ചയ്ക്ക് 1 മണി വരെ പത്രിക സ്വീകരിക്കും. ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ 14 നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും. ഡിസംബർ 26 ഉച്ചയ്ക്ക് 1 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ 27 പുറത്തുവിടും. ജനുവരി 11 മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തിരഞ്ഞെടുപ്പ്. കാലത്ത് 8 മണി മുതൽ വൈകുന്നേരം 8 വരെയാണ് വോട്ടിംഗ് സമയം. അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.